ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ഷ്രഗിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഈ ഒരു ഷ്രഗിന് ഹക്കോബ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു ഫ്രോക്ക് ചെയ്തതിൻ്റെ ബാലൻസ് വരുന്ന പീസാണ്. അപ്പോൾ ഇതിന്ന് മാക്സിമം കിട്ടുന്ന ആ ഒരു ഇതിനനുസരിച്ചാണ് ഞാൻ ഈ ഒരു ഷ്രഗ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 3/4 മീറ്റർ ആവും ഈ ഒരു ക്ലോത്ത് വരുന്നത്. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഷ്രഗ് ചെയ്യുന്നത്. കഴിഞ്ഞ വീക്കിൽ ഞാനൊരു ഇലാസ്റ്റിക് ഫ്രോക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു സ്ലീവ്ലെസ് ആണ്. അപ്പം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഷ്രഗാണത്. ആദ്യം ഒരു പാറ്റേൺ ചെയ്തിട്ട് അത് വെച്ച് കട്ട് ചെയ്തെടുക്കുന്ന രീതിക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ന്യൂസ് പേപ്പറിൽ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു ഷ്രഗിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഫസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ തുണി, അതായത് നമ്മൾ ഈ ഒരു പേപ്പർ രണ്ടാക്കി മടക്കുക. എന്നിട്ട് നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ഞാൻ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. അതും നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ആം ഹോളാണ്. ആം ഹോൾ ഞാൻ എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. അത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റാണ് വേണ്ടത്. ചെസ്റ്റ് ഞാൻ എടുക്കുന്നത് 9 ഇഞ്ചാണ് ചെസ്റ്റ് മെഷർമെൻ്റ് എടുക്കുന്നത്. അതിവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തു, 9 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്യണം. ആം ഹോൾ ഷേപ്പ് ചെയ്യാൻ ഇവിടുന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക മുകളിലേക്കായിട്ട്. ഇനി നമുക്ക് വേണ്ടത് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. നെക്ക് ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 6 ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത് എടുക്കുന്നത്. അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് റെക്റ്റാങ്കിളാക്കി വരച്ചെടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഫുൾ ലെങ്ത്ത് എനിക്ക് വേണ്ടത് 12.5 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്തിട്ട്. അതിനോട് കൂടി 1/2 ഇഞ്ച് ആഡ് ചെയ്ത് മാർക്ക് ചെയ്യുക. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നെക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. റൗണ്ട് ഷേപ്പാണ് ഞാൻ കൊടുക്കുന്നത്. അതിവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഓൺ ഫോൾഡ് സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് നമുക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു 3 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഈ ഒരു ഓൺ ഫോൾഡ് സൈഡിലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് കർവ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് നമ്മളുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഈ ഒരു കട്ടിങ്ങിലാണ് നമ്മൾ ഷ്രഗിൻ്റെ ഫ്രണ്ട് പോർഷൻ കൊടുക്കുന്നത്. വയ്ക്കാം. ഇനി നമുക്ക് ബാക്ക് കട്ട് ചെയ്യാം. വീണ്ടും നമ്മളുടെ പേപ്പർ രണ്ടാക്കി മടക്കുക. എന്നിട്ട് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ നമുക്ക് വീണ്ടും 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ആം ഹോൾ മാർക്ക് ചെയ്യുക. 6.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റ് നമുക്ക് 9 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഷേപ്പ് ചെയ്യുന്ന ഫ്രണ്ടിൽ ചെയ്ത ആ രീതിക്ക് തന്നെ ഇതൊന്ന് ഷേപ്പ് ചെയ്യുക. 1 ഇഞ്ചാണ് ബാക്ക് നെക്ക് ഞാൻ എടുക്കുന്നത്. അതിവിടെ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ബാക്ക് പാറ്റേൺ. ഇനി ഇത് നമ്മുടെ ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇത് ഫ്രണ്ട് പോർഷൻ്റെ
കട്ടിംഗ് ആണ്. ഇത് ബാക്കിൻ്റെ. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലൈനിങ് ഇട്ട് മറിച്ചെടുക്കുക. അതായത് ലൈനിങ്ങിൻ്റെ നല്ല വശം ഈ ഒരു ക്ലോത്തിൻ്റെ നല്ല വശം കൂടി പ്ലേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് എല്ലാ സൈഡും നമ്മൾ ഇതേമാതിരി ഒന്ന് ചെറിയ സ്ലാഷ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്, ആ സൈഡിൽ കൂടെ നമ്മൾ ഇത് മറിച്ചെടുക്കണം. അവിടെ നമുക്ക് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കുക. എന്നിട്ടിത് നന്നായിട്ട് അയൺ ചെയ്യുക. ഇനി നമുക്ക് ഫ്രണ്ടും ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സൈഡ് വിട്ടിട്ട് ബാക്കി എല്ലാ സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ലൈനിങ്ങിൻ്റെ നല്ല വശം ക്ലോത്തിൻ്റെ നല്ല വശം കൂടി പ്ലേസ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തെടുത്തതാണിത്. ഇനി ഇതിന് നമ്മൾ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അയൺ ചെയ്തതിന് ശേഷം മാത്രമാണ് ടോപ്പ് സ്റ്റിച്ച് ഇടേണ്ടത്, എന്നാലേ വൃത്തിക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാത്തിനും ഇതേമാതിരി ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ജോയിൻ ചെയ്യുക. എന്നിട്ട് സൈഡ് നമുക്ക് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഷ്രഗാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഷ്രഗിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടണോ എന്ത് വേണമെങ്കിലും ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനൊന്നും വെക്കുന്നില്ല, സിമ്പിളായിട്ട് ഇടുന്ന രീതിയിലാണ് ഈ ഒരു ഷ്രഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.